ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് വന്നിട്ടൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഗായ്സ്. ഞാൻ കുറേ ദിവസമായിട്ട് എടുക്കണമെന്ന് കരുതുന്നു, പക്ഷേ എനിക്ക് ഭയങ്കര മടിയാണ് ഗായ്സ്. ഇന്നപ്പം ഞാൻ രാവിലെ എണീറ്റിട്ട് അപ്പോഴും തന്നെ തീരുമാനിച്ചെടുക്കാമെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ കുളിക്കും. എണീറ്റപ്പോൾ തൊട്ട് എനിക്ക് കുളിച്ചോളാൻ വയ്യ. എന്താ കാര്യമെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. അപ്പോഴെനിക്ക് കുളിക്കണം. പക്ഷെ ഇപ്പോൾ കുളിച്ചാൽ ഞാൻ മരിച്ചു പോകും, കാരണം ഭയങ്കര തണുപ്പ്. എനിക്ക് തണുപ്പൊന്നും പറ്റില്ല. അപ്പം ഞാൻ കുളിച്ചിട്ടൊക്കെ വരാം ഗൈസ്. ബൈ. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ഇന്ന ഹെയർ ഓയിൽ. പക്ഷേ ഇത് വെളിച്ചെണ്ണയുടെ കുപ്പി. ഇത് അമ്മ ഉണ്ടാക്കി ഇതിനകത്താക്കി എനിക്ക് തന്നു വിട്ടതാണ് ഗൈസ്. അപ്പോൾ ഇതിന് എൻ്റെ തലയിൽ തേക്കണം. ഈ എണ്ണയ്ക്കൊരു മണമുണ്ട് ഗൈസ്. ഞാൻ മണപ്പിച്ച് വിട്ടു. ഇതിനകത്ത് വേറെ സാധനമൊക്കെ ചേർക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ മറന്നു പോയി. ഇനി ചേർക്കണം, എന്നിട്ട് ഇത് തലയിൽ തേക്കണം. സൂപ്പർ മണമായിരിക്കും. ഇതിൻ്റെ മണം കൊണ്ടിട്ട് ഞാൻ പെട്ടെന്ന് ഉറങ്ങിപ്പോവും. അപ്പം ഞാൻ പോയി ഇത് തേക്കിട്ട്. അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു ഗൈസ്. നമുക്കപ്പം അങ്ങനെ എൻ്റെ സ്കിൻ കെയർ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ച് എഴുതാനും പഠിക്കാനും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നേരെ വന്ന് അത് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ നോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വേറൊരു നോട്ടിൽ നിന്ന് എനിക്ക് കുറച്ച് എഴുതിയെടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ എഴുതി തീർക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ എഴുതാനായിട്ടിരുന്ന് പുതിയൊരു പേന എടുത്ത് ആ പേന എനിക്കിഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ മാറ്റിയില്ലാന്ന് തോന്നുന്നു. എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ലൊരു വിധത്തിൽ. എന്ത് പറ്റിയെന്ന് എനിക്കറിയത്തില്ല. പിന്നെ അതിനുശേഷം ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് വിശന്ന്. അപ്പം അടുക്കളയിൽ ഫ്രിഡ്ജിനകത്തൊരു ഐസ്ക്രീം ഇരിപ്പുണ്ടെന്ന്. അപ്പോൾ അതിനെ എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ കഴിച്ചു. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് ഉള്ളിവടയായിരുന്നു. അപ്പോൾ അതും കഴിച്ചതിന് ശേഷം പുറത്തിറങ്ങിയപ്പോൾ ഒരു രക്ഷയില്ലാത്ത മഴ വരുന്നു. അങ്ങനെ കുറേ നേരം നോക്കിയൊക്കെ നിന്ന്. ഈ മഴ ഇങ്ങനെ വരുമെങ്കിലും ചെറുതായിട്ട് പെയ്തിട്ട് അങ്ങ് പോവും. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ കോളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നോക്കിയൊക്കെ നിന്ന് ഏതാണ്ട് 7 മണിയായപ്പം ഞങ്ങൾ പിന്നെ കാപ്പി കുടിക്കാമെന്ന് കരുതിയിട്ട് ദോശ ചുടാനായിട്ട് വന്ന. അങ്ങനെ ഞാൻ ദോശയൊക്കെ ചുട്ട്, ദോശയും സാമ്പാറും ചട്നിയായിരുന്നു.
അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി നമ്മൾ കഴിക്കാമെന്ന് കരുതി. കഴിച്ചില്ല, കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ട് ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു വെബ് സീരീസോ സിനിമയോ അങ്ങനെ എന്തെങ്കിലും കാണും. അപ്പം ഇത് ഡൈനോസറായിരുന്നു തോന്നുന്നു, അതിനെ ഇരുന്ന് കണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ രാത്രിയിൽ എൻ്റെ സ്കിൻ കെയർ ഒക്കെ ചെയ്യാമെന്ന് കരുതി ഞാൻ ആദ്യം തന്നെ എൻ്റെ ഫേസ് വാഷ് എടുത്തത് ബയോട്ടിക്കിൻ്റെയാണ്. അപ്പോൾ അതെടുത്തിട്ട് മുഖം കഴുകണം. അപ്പോൾ എൻ്റെ ഫോണിപ്പം മരിച്ചാണ്. അപ്പം മുഖം കഴുകിയിട്ടൊക്കെ വന്ന് മുഖമൊക്കെ തുടച്ചതിന് ശേഷം ഇനി എനിക്ക് വേറെ ഒന്നും ഇടത്തില്ല, ഒരു സിറം ഇടണം, പിന്നെ എൻ്റെ ലിപ് ബാം ഇടണം, അത്രയേ ഉള്ളൂ. അതിട്ടിട്ട് വരാം. അങ്ങനെ മുഖമൊക്കെ കെട്ടിക്കഴിഞ്ഞ് അതിന് ശേഷം എനിക്ക് ചെവിയിലൊരു ക്ലിപ്പ് വയ്ക്കണം. ജസ്റ്റ് ഒരു സർജറി ചെയ്തായിരുന്നു, അപ്പോൾ അതിൻ്റെ ഒരു ക്ലിപ്പ് അതിനകത്ത് വെക്കാനുണ്ട്. അപ്പോൾ അതൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം അതിങ്ങനെ വെച്ചിരിക്കണം. അപ്പോൾ കിടക്കുന്നതിനൊരു അരമണിക്കൂർ മുന്നേ ഞാനത് വെച്ച് കൊടുക്കും. അപ്പോഴത്തേക്ക് അത് നല്ലപോലെ ടൈറ്റായി അത് ശരിയായിട്ടിരിക്കും. പിന്നെ നല്ല വേദന കാണും, അത് സഹിച്ചേ പറ്റൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു ബുക്ക് എടുത്തുകൊണ്ട് പോയി വായിക്കാമെന്ന് കരുതി. അങ്ങനെ ബുക്കും എടുത്ത് നേരെ പോയിരുന്നു. ഇതിപ്പം ഞാൻ വാങ്ങിച്ചതേ ഉള്ളൂ. അപ്പോൾ അത് വായിക്കാമെന്ന് കരുതിയിട്ട് പോയിരുന്നു. അങ്ങനെ വായിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തെങ്കിലും കഴിക്കാൻ തന്നപ്പോൾ കുറച്ച് വാട്ടർ മെലണും കൂടി കട്ട് ചെയ്ത് കഴിക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയോളം ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.